ജൂലൈ 27 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഗവർണേഴ്സും സ്റ്റേറ്റുകളിലെ ബില്ലുകൾ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതായത് അസെൻഡിങ് ഓഫ് ദ ബിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗവർണേഴ്സ് ഫെഡറലിസത്തിനെ ചാലഞ്ച് ചെയ്യപ്പെടുന്നുണ്ടോ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഗവർണേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഫെഡറലിസം പ്രിൻസിപ്പിളുകളെ ചാലഞ്ച് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് ആക്ച്വലി കോടതി പരിശോധിക്കുന്നതായിട്ടുള്ളത്. കേരള ഗവൺമെന്റ് ഗവർണർക്കെതിരെ കൊടുത്തിട്ടുള്ള ഈ ഒരു പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളതെന്ന് ഓർത്തുക. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ എന്നാണ് നമ്മൾ നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ പല സംസ്ഥാനങ്ങളും, കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയിട്ടുള്ള പല സംസ്ഥാനങ്ങളും ഈ ഗവർണർമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അവിടുത്തെ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയിട്ട് ഗവർണറുടെ ഒപ്പ് നൽകുന്നതിന് വേണ്ടി ഗവർണർക്ക് അയക്കും. പക്ഷേ ഈ ഗവർണർ ഈ ബില്ല് ഒപ്പിടൂല, അദ്ദേഹം അത് കീപ്പ് ചെയ്യും. അതിനുശേഷം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി അല്ലെങ്കിൽ അതിനുശേഷം എന്തെങ്കിലും വലിയ പ്രതിഷേധമൊക്കെ വരുമ്പോൾ മെല്ലെ അത് പ്രസിഡന്റിന് അങ്ങ് റിസർവ് ചെയ്യും. അപ്പോൾ പ്രസിഡന്റിന് പോയി കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലായി. സെൻട്രൽ ഗവൺമെന്റ് അത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. അപ്പോൾ ഇത്തരത്തിൽ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ ഇത്തരത്തിൽ ഗവർണർ ഹോൾഡ് ചെയ്യുന്നതും അസെൻഡ് ചെയ്യാതെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതും, അതുപോലെ തന്നെ അനാവശ്യമായിട്ട് അത് പ്രസിഡന്റിന് കൊടുക്കേണ്ടത് ചില പ്രത്യേക കേസുകൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും ഇന്റർ സ്റ്റേറ്റ് ട്രേഡുമായി ബന്ധപ്പെട്ട. കാരണം ഒന്നിലധികം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രസിഡന്റിന് പോകണം, കാരണം രാജ്യത്തിന്റെ താല്പര്യം അറിയാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് ഒരു സംസ്ഥാനവുമായി മാത്രം ബന്ധപ്പെട്ട വിഷയത്തിൽ ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ള നിയമമാണെന്നുണ്ടെങ്കിൽ അത് പ്രസിഡന്റിന് പോകേണ്ട ഒരു ആവശ്യമില്ല ലോജിക്കലി. ബട്ട് സ്റ്റിൽ ഇത്തരത്തിൽ വെറുതെ ടൈം കളയുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റിന് അയക്കുന്നതായിട്ടൊരു ഇതുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി പ്രസിഡന്റിനെ അയച്ചു കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് വരിക. കാരണം സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനം പറയുന്നത്, ഹോം മിനിസ്ട്രിയൊക്കെയാണ് തീരുമാനം പറയുന്നത്. അത് യൂണിയൻ ഇന്റർഫറൻസിലേക്ക് വരികയും അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബില്ല് പാസ്സാക്കി വിടുമ്പോൾ അത് യൂണിയന്റെ അപ്രൂവൽ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവാണ്. അപ്പം ഈ ഒരു അവസ്ഥയാണ് കേരളം ഗവർണർക്കെതിരെ, ഈ ഗവർണറുടെ റോളിനെതിരെ സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അതായത് നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഗവർണർ ഒപ്പിടുമ്പോഴാണ്. കാരണം അദ്ദേഹമാണ് എക്സിക്യൂട്ടീവ് ഹെഡ് ആയിട്ടുള്ളത്. ഈവൻ ദോ നോമിനൽ ഹെഡ് ആണെങ്കിൽ പോലും, റിയൽ ഹെഡ് ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ പോലും, നോമിനൽ ഹെഡ് ആയിട്ടുള്ള ഗവർണർ ഒപ്പിടുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നതായിട്ടുള്ളത്, ആ ബില്ല് ഒരു ആക്റ്റായി മാറുന്നത്, അതിന് നിയമത്തിന്റെ പ്രാബല്യം വരുന്നതെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ ഒപ്പിടാം, അതിനെയാണ് അസെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് തിരിച്ചയക്കാം, അസംബ്ലിക്ക് റീകൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചയക്കാം. നിങ്ങൾ അയച്ച ബില്ലിൽ ഇന്ന കുഴപ്പമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ബില്ല് പ്രസിഡന്റിന് റിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രസിഡന്റിനെ റിസർവ് ചെയ്യുന്നതിന് ചില പ്രത്യേക ബില്ലുകൾ പ്രസിഡന്റിനെ റിസർവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന്, സ്റ്റേറ്റ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് ഹൈക്കോടതിയുടെ അധികാരങ്ങളെ എടുത്തു കളയുന്നതല്ല, ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അത് പ്രസിഡന്റിന് വിടേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് മറ്റൊന്നാണ് ഇന്റർ സ്റ്റേറ്റ് ട്രേഡുമായി ബന്ധപ്പെട്ട, ഒന്നിലധികം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരളം ഒരു നിയമം പാസ്സാക്കുകയാണ്, കേരളത്തിന് ഒരു സാധനവും നമ്മൾ തമിഴ്നാട്ടിന് കൊടുക്കൂല. അപ്പോൾ ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ആശയത്തിന്, താല്പര്യത്തിന് വിരുദ്ധമാണല്ലേ. അപ്പോൾ ഇത്തരം കേസുകളിൽ വരുമ്പോൾ, ഇന്റർ സ്റ്റേറ്റ് ട്രേഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അത് പ്രസിഡന്റിന് റിസർവ് ചെയ്യും. ബിക്കോസ് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യത്തിന് അനുസൃതമാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഗവർണർക്ക് ഒരു ബില്ല് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോർമലി ഉള്ള സാഹചര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരമുള്ള കാര്യങ്ങളല്ല പറയുന്നത്, അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഹയർ ലെവലിൽ പരിശോധനയ്ക്ക് വിടണം എന്നുണ്ടെങ്കിലുള്ള, അല്ലെങ്കിൽ DPSPക്ക് വിരുദ്ധമായിട്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് വിരുദ്ധമായിട്ട്, ഇതും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ലാർജർ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇന്റർ സ്റ്റേറ്റ് ട്രേഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് നിയമം ഉണ്ടാക്കിയത്, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യം അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ താല്പര്യം കൂടി അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 31A ബന്ധപ്പെട്ട പ്രോപ്പർട്ടി അക്യൂസിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഇത്തരം കേസുകളിലാണ് നോർമലി പ്രസിഡന്റിനെ റിസർവ് ചെയ്യുന്നതായിട്ടുള്ളത്. പക്ഷെ നിബന്ധന ഇത് മാത്രമല്ല എന്നുകൂടി ഓർത്തോക്കുക. ഇതല്ലാതെ ഗവർണർക്ക് തോന്നുകയാണെങ്കിൽ ഒരു ബില്ല് റിസർവ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ബില്ലിനെ വിത്ത്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
അവകാശം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം ചെയ്യാറില്ല. ബിക്കോസ് ഇത് എക്സ്ട്രീംലി അൺപോപ്പുലർ ആക്ഷൻ ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. കാരണം ഗവർണർക്ക് ബില്ല് പോയിട്ട് ഗവർണർ ബില്ല് ഒപ്പിടാതെ കയ്യിൽ വെക്കുന്നു എന്ന് പറയുന്ന കേസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ പ്രൊവിഷൻസ് കൂടി നമ്മൾ ഓർത്ത് വെക്കണം. ഇന്ത്യൻ പോളിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ ഒരു വിഷയം എപ്പോഴും വാർത്തകളിൽ ഉണ്ടാകുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ലുകൾ അത് ബില്ല് ഒപ്പിട്ട് അസെൻഡ് ചെയ്യേണ്ടത് ഗവർണറാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നത്. അപ്പോൾ ഗവർണർ അസെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, ഒരു ആക്ട് ആയി മാറുള്ളൂ. അല്ലെങ്കിൽ ഒന്നിക്കൽ അദ്ദേഹത്തിന് അസെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അസെൻറ്റ് വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ബില്ല് റിസർവ് ചെയ്യാം പ്രസിഡന്റിന് വേണ്ടിയിട്ടെന്ന്. അതുപോലെ തന്നെ ഗവർണർക്ക് ആ ബില്ല് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ തിരിച്ചയക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അത് ആർട്ടിക്കിൾ 201 പറയുന്നതായിട്ടുള്ളത് ഒരു ബില്ല് പ്രസിഡന്റിന് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റിന് ആ ബില്ലിന്റെ മേലെ അസെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ബില്ല് അവിടെ ഹോൾഡ് ചെയ്യാം, വിത്ത് ചെയ്യാം എന്നാണ് ആർട്ടിക്കിൾ 201 പറയുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രസിഡന്റിന് വേണമെങ്കിൽ ആ ബില്ല് ഹൗസിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടും ലെജിസ്ലേച്ചറിന്റെ പുനഃപരിശോധനയ്ക്ക് റിട്ടേൺ ചെയ്യാൻ പറയാനും പ്രസിഡന്റിന് പറ്റും എന്നുകൂടി ഓർത്തുക. ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു ക്യാച്ചി പോയിന്റ് ഉണ്ട്. വൺസ് ഒരു ബില്ല് പ്രസിഡന്റിന് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബില്ലിൽ ഒപ്പിടാനുള്ള അധികാരം പ്രസിഡന്റാണ്, ഗവർണർക്കല്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 213 പറയുന്നത് ഗവർണർക്ക് നിയമനിർമ്മാണ അധികാരമാണ്. ഇത് ഓർഡിനൻസ് മേക്കിംഗ് പവറാണ്. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇല്ലാത്ത സമയത്ത്, സ്റ്റേറ്റ് നിയമസഭ സമ്മേളനത്തിൽ ഇല്ലാത്ത സമയത്ത് ഗവർണർക്ക് ഓർഡിനൻസ് ഇറക്കാം. ഈ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ലെജിസ്ലേച്ചർ ആയിട്ടുള്ള ഒരു ലോയാണ്. ഇതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 6 മാസത്തോളം വാലിഡിറ്റി ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ജോയിൻ ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഇതിന് എന്ത് ചെയ്യേണ്ടതായിട്ട് അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് നിയമസഭ പാസ്സാക്കുന്ന അതേ നിയമത്തിന്റെ പ്രാബല്യം തന്നെയാണ്. ഇത്തരത്തിലൊരു ലെജിസ്ലേറ്റീവ് പവർ കൂടി ഗവർണർക്ക് ഉണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അസെൻഡിങ് ദ ബില്ല്, പക്ഷെ നോർമലി ഓർഡിനൻസുകൾ മിക്കവാറും ഓർഡിനൻസിന്റെ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഡിനൻസ് ഇറക്കും, പക്ഷേ ഗവർണർ ഒപ്പിടാൻ വിസമ്മതിക്കും എന്നുള്ളൊരു ഇഷ്യൂ കൂടി വരാറുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. കാരണം നിയമസഭ കൂടാത്ത സമയത്ത് ഒരു ഓർഡിനൻസ്, ഒരു നിയമത്തിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇല്ലാത്ത സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് തയ്യാറാക്കി ഗവൺമെന്റ് നൽകുമ്പോൾ ഗവർണർ അത് ഒപ്പിടണം. ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അതിനെ അസെൻഡ് ചെയ്യണം എന്നാണ്. പക്ഷെ ഗവർണർ വിസമ്മതിക്കുന്നു എന്നുള്ളതൊക്കെ സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അതാണ് റേസ് ചെയ്യപ്പെടുന്നതെന്നും കൂടി ഓർത്തു വെക്കാം. അടുത്തത് ആസാമിലുള്ള റോയൽ ബറിയൽ മൗണ്ട്സിന്. നമ്മൾ ഈജിപ്തിലെ നമ്മൾ വലിയ പിരമിഡുകളെ കുറിച്ച് പറയാറുണ്ട്. അതായത് പണ്ടത്തെ രാജാക്കന്മാരുടെ, ഫറവോമാരുടെ ശവകുടീരങ്ങളൊക്കെ വഹിക്കുന്ന സ്ഥലമാണ് ഈജിപ്തിലെ പിരമിഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആസാമിലെ അഹോം ഡൈനാസ്റ്റിയുടെ ഒരു മൗണ്ട് ഉണ്ട്, അതായത് റോയൽ ബറിയൽ മൗണ്ട് എന്നാണ് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോയൽ ബറിയൽ മൗണ്ട് ഇതിനെ ചരൈദിയോ മൈതാൻ എന്നാണ് വിളിക്കാറുള്ളത്. ഇത്തരത്തിലുള്ള കുന്നുപോലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് എൻട്രി പോയിന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗമാക്കി മാറ്റി എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഇതിന്റെ പേരാണ് ചരൈദിയോ മൊയ്താൻസ്. ഏകദേശം 700 വർഷത്തോളം പഴക്കമുള്ള അഹോം ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബറിയൽ സൈറ്റുകളാണ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള 43ാമത്തെ പ്രോപ്പർട്ടിയാണ്. 43ാമത്തെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്ന പ്രോപ്പർട്ടിയാണ് ഈ ഒരു റോയൽ ബറിയൽ മൗണ്ട്സ് എന്ന് ഓർത്തുക. അപ്പോൾ ഇത് ഈജിപ്തിലെ നമ്മൾ പറഞ്ഞ പോലെ പിരമിഡുകളെ പോലെ തന്നെ ഇത് മൊയ്താംസ് ആണ്. ഇത് ഏർത്തൺ ബറിയൽ മൗണ്ട്സ് ആണ്. ഇവിടെ കല്ലുകൊണ്ട് കെട്ടിയിട്ടല്ല, ഇവിടെ ആക്ച്വലി മണ്ണ് കൊണ്ടുള്ളതാണ് എന്ന് ഓർത്തുക. റോയം അഹോം എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി അവിടെ ഉണ്ടായിരുന്നു ആസാമിൽ. അവരുടെ രാജാക്കന്മാരും മറ്റുമൊക്കെയാണ് ഇവരുടെ ബറിയൽ ഗ്രൗണ്ട് ആയിട്ടാണ് ഇത് വരുന്നത്. അതായത് ശവകുടീരം ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹോളോ വോൾട്ട് ആദ്യം ബ്രിക്ക് വെച്ചിട്ട് അകത്ത് ഒരു റൂം പോലെ ഉണ്ടാക്കും. ബ്രിക്ക് വെച്ച് കെട്ടി ഒരു റൂം പോലെ ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് ബറിയൽ സംഭവം ചെയ്തതിന് ശേഷം ഇതിനെ മണ്ണ് കൊണ്ട് മൂടി ഒരു മൗണ്ട് ഉണ്ടാക്കി മാറ്റുന്നതാണ് ഈ ഒരു റോയൽ ബറിയൽ മൗണ്ട് എന്ന് പറയുന്നത്. അതിലേക്ക് ഒരു എൻട്രി പോയിന്റ് ഇവിടെ ഉണ്ടാവും എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ആക്ച്വലി അതിനുശേഷം ഏകദേശം 18th സെഞ്ചുറിയോട് കൂടിയിട്ട് അഹോം ഡൈനാസ്റ്റിയിലുള്ള ആൾക്കാർ ഹിന്ദു മെത്തേഡ് ആയിട്ടുള്ള ക്രിമേഷൻ, അതായത് ശവശരീരത്തെ ദഹിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി. അതിനുശേഷം അതിൻ്റെ ബോൺസും ആഷസും ഇത്തരത്തിലുള്ള ചരൈദിയോ മൊയ്തോമിൽ നിക്ഷേപിക്കുന്ന രീതിയിലേക്ക് മാറി എന്നുകൂടി ഓർത്തു വെക്കുക. നിലവിൽ ഏകദേശം 90ഓളം റോയൽ ബറിയൽ മൗണ്ട്സ് നമുക്ക് ആസാമിൽ കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കാം. ഈ ഒരു അഹോം ഡൈനാസ്റ്റി അല്ലെങ്കിൽ അഹോം ക്ലാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര വാലിയിൽ 12th സെഞ്ചുറി മുതൽ 18th സെഞ്ചുറി AD വരെ ഉണ്ടായിരുന്നതാണ്. ഇവർ ചൈനയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണെന്നാണ് കരുതുന്നത്. ചാവോങ് സുഗൽപെ ആയിരുന്നു 13th സെഞ്ചുറി റൂളർ. അദ്ദേഹമാണ് ഈ ഒരു അഹോം കിങ്ഡത്തെ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 6 സെഞ്ചുറിയോളം 600 വർഷത്തോളം അഹോം ഡൈനാസ്റ്റിയാണ് ഈ ഒരു ആസാം പ്രദേശത്തെ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പത്കായ് ഹിൽസ് ആയിരുന്നു.
അത് പിന്നീട് അതിനെയാണ് ചരൈദിയോ എന്ന രീതിയിൽ റീനെയിം ചെയ്തിട്ടുണ്ടായിരുന്നതും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഇവർ നേരത്തെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരുന്നു ഭുയ്യൻസ് എന്ന് പറയുന്നത്. ലാൻഡ് ലോഡുകളെയാണ് ഭുയ്യൻസ് എന്ന് വിളിക്കുന്നത്. അവരെ സപ്രൈസ് ചെയ്തുകൊണ്ടാണ് അഹോം ഡൈനാസ്റ്റി അവിടെ രൂപപ്പെട്ട് വന്നത് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ അഹോംസ് റൂൾ ചെയ്യുകയും, അതായത് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് വരെ അഹോം റൂളുകൾ ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. 1826 അഹോം ഡൈനാസ്റ്റിക്കെതിരെ ബ്രിട്ടീഷുകാർ ആക്രമിക്കുകയും അതിനുശേഷം ട്രീറ്റി ഓഫ് യന്താബു സൈൻ ചെയ്യുകയും ചെയ്തു. പിന്നീട് അഹോം സ്റ്റേറ്റ് ഫോഴ്സ്ഡ് ലേബറിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുകൂടി ഓർത്ത് വെക്കണം. ഇത്തരത്തിലുള്ള ഫോഴ്സ്ഡ് വർക്കിൽ സ്റ്റേറ്റിലുള്ള ഫോഴ്സ്ഡ് വർക്കിനെയാണ് പൈക്ക് എന്ന രീതിയിൽ വിളിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കാം. അഹോം സൊസൈറ്റിനെ തന്നെ ക്ലാൻസും ഖേൽസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഖേൽസ് ഉണ്ട്. ഖേൽസ് ആണ് വില്ലേജ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കൊടുക്കുക. അഹോംസ് അവരുടേതായിട്ടുള്ള ട്രൈബൽ ഗോഡ്സിനെയാണ് വർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പിന്നീട് ഹിന്ദു റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കൾച്ചറിലേക്ക് മാറുകയും ആസാമീസ് ലാംഗ്വേജ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഇന്ന് അവർ ഹിന്ദു റിലീജിയൻ, അതുപോലെ ഹിന്ദു റിലീജിയൻ്റെ ആശയങ്ങൾ, അതുപോലെ ആസാമീസ് ലാംഗ്വേജ് ഒക്കെ ആയിട്ടാണ് പോകുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടത്. എന്നാൽ അഹോം കിങ്സ് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ബിലീവ്സിനെ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. മോസ്റ്റ്ലി ഇവരെ ഇപ്പോൾ ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ജീവിതമെങ്കിലും അവരുടെ പ്രീവിയസ് ബിലീവ്സ് ഉണ്ട് എന്നുകൂടി ഓർത്ത് വെക്കണം. അവരുടെ ഹിസ്റ്റോറിക്കൽ വർക്ക്സിനെ ബുരാൻജീസ് എന്നാണ് വിളിക്കുന്നതായിട്ടുള്ളത്. അഹോം ലാംഗ്വേജിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡോക്യുമെൻ്റ് ആണ് ബുരാൻജീസ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് ഇന്ന് പിന്നീട് ആസാമീസിലേക്കും റിട്ടേൺ ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ അഹോം കിങ്ഡം എവിടെയാണ് ഈ മൊയ്താൻസ്, എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത ഫിസിക്കൽ ഫെഡറലിസവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മിനറൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വന്ന ഒരു ആർട്ടിക്കിളാണ്. നമ്മൾ ബ്രീഫായിട്ട് നോക്കുവാണ് എന്താണ് ഇതിന്റെ ഇമ്പാക്റ്റ് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.